സുന്ദരിയായിട്ടുള്ള ഒരു കറുത്ത നിറമുള്ള നല്ല തിളക്കമുള്ള കണ്ണൊക്കെ അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാലും അതിനെ ഒരുപക്ഷെ അവർ ഒഴിവാക്കിയതാണോ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. മനുഷ്യന്റെ മനസ്സിലേക്ക് ഇവർ തമ്മിൽ വ്യക്തിപരമായി വൈരാഗ്യം. ഒരാളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ കുറയ്ക്കുമല്ലോ. ഒന്ന് ചർച്ചയായത് വളരെ സന്തോഷം. ഒരിക്കലും ആരോഗ്യമല്ല, നല്ല നർത്തകരാണ്. അപ്പൊ ഇത് വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിന്റെ കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇതിന് ഞാൻ മനസ്സിലാക്കിയത്. അവരെ ഒരു ഇന്റർവ്യൂ പറയുന്നത് എന്റെ ജീവിതം നശിപ്പിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ശത്രുതയിൽ നിന്നുണ്ടായ ഒരു കാര്യമായിട്ടാണ് ഞാൻ പേഴ്സണലായിട്ടുള്ള വൈരാഗ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പറയും. അതുപോലെ ടീച്ചർ പറഞ്ഞതാണ് എന്നാണ് കാരണം അവരൊന്ന് കേസൊക്കെ സ്ത്രീകളാണ് അവതരിപ്പിക്കേണ്ടതെന്നുള്ള ഒരു രാജ കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ജെൻഡറിനൊക്കെ എത്രയോ മുകളിൽ പോയി. ഉദാഹരണത്തിന് ഒഡീസി നർത്തകനായ കേളുചരൺ മഹാപാത്ര, അദ്ദേഹം രാധയായിട്ട് പകർന്നാടുമ്പോൾ അത് പുരുഷവേഷത്തിൽ തന്നെയാണ്. ഞാൻ കോട്ടക്കൽ ശിവരാമനെയോ അല്ലെ മാർഗി വിജയകുമാറിനെയോ അല്ല പറയുന്നത്, കാരണം സ്ത്രീവേഷത്തിൽ വരുന്നവരെ കുറിച്ചല്ല. അപ്പോൾ അദ്ദേഹം പകർന്നാടുന്ന സമയത്ത് അത്രയും മനോഹരമായിട്ട് ഈ ഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള മറ്റ് നർത്തകരുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ജെൻഡറിനൊക്കെ എത്രയോ കാലമായിട്ട് ഇത് ഡീകൺസ്ട്രക്ട് ചെയ്ത് മൂളിപ്പോയി. പക്ഷെ ചില അധ്യാപകന്മാർ വളരെ വർഷങ്ങളായിട്ടുള്ള ട്രെയിനിങ് ഉള്ളവർ ചിട്ടയിൽ നിന്നും മാറില്ല. TM ഡാൻസ് അക്കാഡമി നടത്തിയിരുന്നതാണ് സത്യവാദിഷ്ടം. അത് കഴിഞ്ഞ് ടീച്ചറിൻ്റെ പേരിൽ തന്നെ തുടങ്ങി. അപ്പോൾ ടീച്ചറിനോട് മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തെ എനിക്കറിയാം. ലീന പ്രസാദിൻ്റെയൊക്കെ ഗുരുവാണ്. എനിക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്തെ അറിയാം. TM ഡാൻസ് അക്കാഡമി എന്നായിരുന്നു ടീച്ചറിൻ്റെ ക്ലാസ്സിൻ്റെ പേര്. അതിനുശേഷം അതിൻ്റെ പേര് സത്യഭാമ ടീച്ചറിന് ഏതെങ്കിലും ഒന്ന് തീരുമാനമാക്കി തീർപ്പിച്ചു അടച്ചോ. ചേച്ചി അവർ പറയുന്നത് അല്ല, ഇത് പറഞ്ഞു എനിക്ക് ടീച്ചറിന് വളരെ വർഷങ്ങളായിട്ട് അറിയാം. TM ഡാൻസ് അക്കാഡമി എന്നായിരുന്നു ടീച്ചറിനകത്ത് സ്കൂളിലെ പേര്. അത് കഴിഞ്ഞ് സത്യഭാമ ഡാൻസ് അക്കാഡമി. ടീച്ചർ ചിട്ടകളിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാത്ത ഒരാളാണ്. ചില നൃത്ത ഗുരുക്കന്മാർ അവർ പഠിച്ചിരുന്ന കാലത്തെ അവർ പഠിപ്പിച്ച എന്താണോ അതിൽ നിന്നും ഒട്ടും മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ടീച്ചർ. അതുപോലത്തെ ഒരാളാണ് എനിക്ക് വേണ്ട. അപ്പോൾ ടീച്ചർ പറഞ്ഞ പഠിച്ച കാര്യങ്ങൾ അത് കൃത്യമായി അത് തന്നെ ആയിരിക്കണം മുന്നോട്ട്. പക്ഷെ നൃത്തം ഒരു ആർട്ട് ഫോമാണ്. അത് ഒരിക്കലും അങ്ങനെ നിലനിൽക്കത്തില്ല. അത് എല്ലാ കാലത്തും അത് പരീക്ഷണങ്ങളിലൂടെയാണ്. അങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ നമ്മളത് മാറിക്കൊണ്ടിരിക്കും. ഒരുപാട് മാറ്റം സംഭവിക്കും. ഉദാഹരണത്തിന് ടീച്ചർ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശസ്തിയായ നർത്തകി അവരുടെ ഡാൻസ് പെർഫോമൻസിൽ വേറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് തെറ്റാണ് പറഞ്ഞിട്ട് ടീച്ചർ ഒരിക്കലൊരു ഒരു കോൺവെർസേഷനിൽ പറയുകയുണ്ടായി. അപ്പം അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പണ്ട് അവരെ പഠിപ്പിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അധ്യാപകർ പെരുമാറിയിരുന്നത് അതേപോലെ അവരിപ്പോഴും. പിന്നെ ഈ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ വ്യക്തിപരമായി വൈരാഗ്യം, ഇവർ തമ്മിൽ കേസുണ്ട്, വഴക്കുണ്ട്. അപ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പകയാണ് അവർ പറഞ്ഞത്. അതിന് ആ ഗൗരവം കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇതിനകത്ത് നമ്മുടെ നാട്ടിലെ ഈ കറുപ്പ് നിറം ഉള്ളവരെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഒന്ന് ചർച്ചയായത് വളരെ സന്തോഷം. ഇപ്പം ഞങ്ങളൊക്കെ ഈ ഗസ്റ്റായിട്ടൊക്കെ പോകും. ഒരു 1ാം ക്ലാസ്സിലെ കുഞ്ഞിനെ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ പൂവൊക്കെ കൊടുത്തരാൻ കൂട്ടത്തിൽ പോയിക്കൊരു വെളുത്തൊരു കൊച്ചിനെ ആയിരിക്കും പൂവ് കൊടുത്തരാൻ ആയിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ അപ്പുറത്ത് ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു കറുത്ത നിറമുള്ള നല്ല തിളക്കമുള്ള കണ്ണൊക്കെ അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാലും അതിനെ ഒരുപക്ഷെ അവർ ഒഴിവാക്കിയതാണോ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നിറം കല്യാണാലോചന കൊള്ളാം, കൊച്ചൊക്കെ കൊള്ളാം, പിന്നെ കറുത്ത എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് അതെന്ന് ഒരുപാട് മാറേണ്ടതുണ്ട് ഇനി സമയം. അതിനു വേണ്ടി ഒരു ലാർജർ കോൺസെപ്റ്റ്, നിറം മാത്രമല്ല, പല്ല് പൊങ്ങിയതാണ് അല്ലെങ്കിൽ ഇതെന്താ വലിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്താ തടിച്ചിരിക്കുന്നത്, എല്ലാ കാര്യത്തിനെ കുറിച്ചും ഒരു ചർച്ച. അത് നിങ്ങളുടെ എല്ലാം ഇടപെടൽ ഇപ്പോൾ ഈ നടക്കുന്ന ഈ കോൺവെർസേഷൻ സമൂഹത്തിനെ തിരുത്താനും അല്ലെ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന ആൾക്കാർക്കയ്യോ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു നിറവിലേക്ക് വന്നാൽ കൊള്ളാം. പക്ഷെ ആൾക്കാർ എഴുതിയിരിക്കുന്നത് മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എല്ലാ മീഡിയയോടും ഒരു ഫൈറ്റ് ചെയ്ത് വന്നവരാണ്. ടീച്ചറുടെ വിവാഹം അത്ര സന്തോഷകരമായിരുന്നില്ല. അങ്ങനെ ഒരു ജനറോസിറ്റിയും കമ്പാഷനും ഒന്നും ലഭിച്ചിട്ടുള്ള ഒരു സ്ത്രീകളില്ല. അവർ എല്ലാ കാലത്തും ആൾക്കാരടുത്ത് ഫൈറ്റ് ചെയ്തിട്ടാണ് അവർ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അവരുടെ ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരാളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ കുറയ്ക്കുമല്ലോ, അത് ഞാൻ ജയിക്കും, ഞാൻ ശരിയാണെന്ന് പറയാനുള്ള വ്യഗ്രതയായിട്ടാണ് എനിക്ക്
അവര് പറയുന്നുണ്ട് എന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളെ പിന്നെ ഞാൻ എന്ത് ചെയ്യും. അപ്പൊ തിരിച്ച് രാമകൃഷ്ണൻ സാർ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ സിമ്പോസിയത്തിൽ ഇറക്കി വിട്ടു, നീ എങ്ങനെ MA ചെയ്യുന്ന കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ തമ്മിൽ എത്രയോ കാലമായിട്ട് നിന്ന ഒരു കുടിപ്പകയാണ്. മനുഷ്യന്റെ മനസ്സില്ലെങ്കിൽ അതെ അത് ഇദ്ദേഹമാണെന്ന് അവര് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ എന്തോ വാട്സ്ആപ്പ് മെസ്സേജ് എന്തോ ലീക്ക് ചെയ്തു. അത് ഇവർ തമ്മിൽ നമ്മുടെ നാട്ടില് ഒരു താഴ്ന്ന ജാതിയിൽ നിന്ന് കറുത്ത നിറമുള്ള ഒരാൾക്ക് മുന്നോട്ട് വരാൻ എടുക്കേണ്ടി വരുന്ന എഫേർട്ടിനെ കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തലായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ. എന്തൊരു പാടാണെന്നറിയാമോ, എന്തൊരു പാട്. ഇപ്പൊ ഞങ്ങളുടെ നാടകസംഘത്തില് ഞങ്ങളുടെ സംവിധായകനുണ്ട് ജ്യോതിഷൻ, അങ്ങനെയൊക്കെ ആക്ടിങ് പഠിച്ചു. ജ്യോതിഷൊക്കെ നാടകം കഴിഞ്ഞ് രാത്രി 12 മണിക്ക് വരുമ്പോഴത്തേക്ക് പോലീസുകാർ നടന്നിട്ടുണ്ട്. കറുത്ത ഒരാളാണ്, ഇന്റർനാഷണൽ അക്ലെയിം ഉള്ള ഒരാളാണ്. ഫ്രാൻസിലൊക്കെ വലിയ ഫെസ്റ്റിവൽസിൽ അവിനിയോൺ ഫെസ്റ്റിവലിലൊക്കെ പോയി നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് ചോദിച്ചത് എവിടെ പോകുന്നതാണ് കേൾക്കുമ്പോഴത്തേക്ക് നാടകക്കാരനാന്ന് പറഞ്ഞാൽ നീന്താ മിമിക്രി ചെയ്ത് കാണിക്കാൻ പറയും. അല്ലെ കറുത്തവനാണെങ്കിൽ കള്ളനോ വേറെന്തോ കാര്യത്തിൽ കൊണ്ടുവരുന്നതായിട്ടാണ്. അതൊരു കോൺസെപ്റ്റ്, അതൊരു പൊതുബോധമാണ്. അപ്പം നാടകം കാണിക്കാൻ പറ്റുന്ന നാടകം കാണിക്കാൻ പറ്റില്ലല്ലോ. നാടകം അപ്പം മിമിക്രി കാണിക്കണ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കള്ളരാണെന്നുള്ള ഒരു വിചാരം. ഞാൻ പറയുന്നത് ഒരു 10 വർഷം മുമ്പുള്ളത്. ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. മുടി വളർത്തിയവരെ കുറിച്ചുള്ള കോൺസെപ്റ്റ്, സൗന്ദര്യത്തെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നായകനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് പറയുവാണെങ്കിൽ അങ്ങനെ ഉണ്ട് കേട്ടോ, അത് ഇവർ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഡീകൺസ്ട്രക്ട് ചെയ്താണ്. ഇപ്പൊ എന്താ കിരോദാത്തൻ, അതിപ്രതാപ ഗുണവാൻ ഒക്കെയാണ്, അങ്ങനെയുള്ള സുന്ദരന്മാരാണ് നായകന്മാരാവേണ്ടത്. ഇന്ന് അങ്ങനെയാണോ നാടകത്തിലോ സിനിമയിലോ ഉള്ളത്? അത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് അത് ഡീകൺസ്ട്രക്ട് ചെയ്താണ് കലയെ മേലോട്ട് എടുത്ത് ഉയർത്തുന്നത്. അപ്പൊ എന്ത് കഥയാണ് പറയേണ്ടത് ഒക്കെ കുറച്ച് ചിട്ടയുണ്ട്. പക്ഷെ ചിട്ട തന്നെ പിടിച്ചു നിൽക്കൂല. ചിട്ട പഠിച്ചിട്ട് ആൾക്കാർ അതിനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് ഒരു സമൂഹം തന്നെ മുന്നോട്ട് പോകുന്നത്. അത് ടീച്ചറിന്റെ അനുഭവത്തിൽ അങ്ങനെ ജഡ്ജസ് പിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു സത്യമാണ്. ഡാൻസിന് കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ നീ കറുത്താ മാറിയൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട് ഇരിക്കുന്ന കുട്ടിയെ പുറത്തോട്ടൊക്കെ. ഇപ്പൊ തന്നെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഒരു കല്യാണ സീനിൽ ഇരിക്കുമ്പോൾ ഒരു കറുത്ത വെച്ച് അടുത്ത് അതിനെ കൊണ്ട് പവർ ചെയ്തിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് നമ്മുടെ കോൺസെപ്റ്റാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്. കാണാനെങ്കിലും കൊള്ളാൻ വേണ്ടില്ല. കേട്ടിട്ടില്ലേ നിങ്ങളാരും പറയുന്നത്? എത്രയോ പേര് പറയുന്നുണ്ട്. അത് ടീച്ചറിന്റെ ചിട്ടയായിട്ട് ടീച്ചർ എടുത്തു. ടീച്ചറിന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ടീച്ചർ പഠിച്ചതാണ്. അവരത് മാറ്റിയിട്ടില്ല, അല്ലെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല മാറ്റാനായിട്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞില്ലേ കുറച്ച് ഗൗരവമുള്ള ഒരു അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ടീച്ചറിന്റെ കാര്യം നിർത്താനൊന്നും ആരും നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു ശൈലിയിലൂടെ 66 വയസ്സുമായി. നമ്മുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനെ ഒരു അമ്മയും അമ്മൂമ്മയും അപ്പച്ചിയൊക്കെ കാണും. എന്റെയൊക്കെ അപ്പച്ചിമാര് പറയുന്നത് മന്നലായിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ അവിടെ ചെന്ന് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ തോന്നുന്നു ചോദിക്കും. അവർക്ക് അറിയില്ല. അത് ഇതുപോലുള്ള ചർച്ചകൾ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ്. അതിനെ വ്യക്തിപരമായി പേഴ്സണലായിട്ട് ഞാൻ ഇവരെ കുളത്തിൽ അവർ കുളത്തിൽ അത് ഒരു രീതി ആയതുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യം, കലോത്സവത്തിലൊക്കെ പലപ്പോഴും ജഡ്ജായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് കുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് വലിയ കുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കും. അപ്പോൾ അവർക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, ആരാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത് എന്ന രീതിയിൽ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ കലാകാരി ഡാൻസ് പോയിട്ടൊന്നും ഞാൻ ഒരു പൊതുകാര്യം പറഞ്ഞു. ഫെസ്റ്റിവലിൽ എന്ത് നടക്കുന്നു എന്നുള്ള അറിവൊന്നും ചേച്ചി ഇപ്പൊ ഇതിന് വംശീയമായ അധിക്ഷേപം എന്നുള്ള രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, വംശീയമായ അധിക്ഷേപമായിട്ട് രാമകൃഷ്ണന് തോന്നുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പിന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഇന്ന് ഒരു ക്ലാസിക്കൽ ഡാൻസിലോട്ട് കടന്നു വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. സ്വന്തം കുടുംബത്തിൽ നിന്ന് തൊട്ട് ഫൈറ്റ് ചെയ്താണ് അവർ എവിടെയെങ്കിലും വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവർക്ക് എന്നെ ഇതിനാണ് പണ്ട് സിമ്പോസിയത്തിൽ നിന്ന് ഇറക്കി വിട്ടത്, അല്ലെ എന്നെ എഫിൽ ചെയ്യരുതെന്ന് പറഞ്ഞത്. ഇത് ഈ ഒരാളല്ലല്ലോ, ഒരുപാട് പേര് പറഞ്ഞതിൽ വലിയ ശബ്ദങ്ങളോട് അവർ കോർക്കാൻ ശ്രമിക്കുകയാണ്. സംഭവിക്കുന്നത് ഒരു എന്താണോ ഞാൻ പറഞ്ഞത്, മലയാളികൾ എന്നുള്ള ഒരു വാക്കേ നമുക്ക് വിടാം.
ലോകത്തെല്ലാ കാലത്തും ഫെയർനെസ് ക്രീമും വെളുപ്പിന് വേണ്ടിയുള്ള ആയിരക്കണക്കിന് ട്രീറ്റ്മെന്റ്സും കോസ്മെറ്റോളജിയും എല്ലാം ഫെയർനെസ്സും വൈറ്റനിങ്ങുമായിട്ട് നടക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? മലയാളികളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തരുത്. ലോകമെമ്പാടുള്ള ഒരു കാര്യമാണ് ഫെയർനെസ്. എന്തോ ഒരു വലിയ സംഭവമായിട്ട് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നല്ല ഒരു ട്രീറ്റ്മെന്റ് മാറ്റാവുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പിന്നെ മൈക്കിൾ ജാക്സൺ പാവം, അയാൾക്ക് ലോകത്തിലെ മുടി ചൂടാൻ മന്നനായ നർത്തകർ എന്തിനാ വെളുത്ത തൊഴിലോട്ട് പോയത്? അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യം ആലോചിച്ച് നോക്കും. ഇത് ലോകമെമ്പാടും ഉള്ളതാണ്. ഞാൻ ഒരിക്കലും മലയാളികളായിട്ട് കാണുന്നില്ല. അയാൾ പാവല്ലേ, എന്ത് കഷ്ടപ്പെട്ട് മുടിയൊക്കെ വെളുത്താക്കി വൃത്തികേടാക്കി എന്തൊരു സുന്ദരനായിരുന്നു. കലാഭവൻ മണിക്ക് പോലും ജ്യോതിര അനുഭവം ഉണ്ടായിട്ടില്ല. മൈക്കിൾ ജാക്സൺ ഉണ്ടായിട്ടില്ല. ഞാൻ കേരളത്തിലേക്ക് ചുരുക്കാതെ മലയാള സിനിമയിൽ നിന്ന് വരെ ഒരുപാട് ഉണ്ടായി കാണും. ചേട്ടാ എനിക്ക് അങ്ങനെ അത് ശ്രീനിവാസനൊക്കെയാണ് അതിനൊക്കെ മുഴുവനും നന്ദി പറയുന്നത്. ചേട്ടനൊക്കെയാണ് നമുക്ക് ഭയങ്കരമായി നന്ദി പറയുന്നത്. ചേട്ടൊക്കെ വന്ന് അങ്ങനെയുള്ള വടക്ക് നോക്കി യന്ത്രം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത് എഴുത്ത് തലകീഴായിട്ട് വെച്ച് സരോജ് കുമാറൊക്കെ ആയി മാറി അങ്ങനെ എല്ലാത്തിനും എടുത്തു. അങ്ങനെയൊക്കെ കല അങ്ങനെയാണ്. കല അങ്ങനെ വരുമ്പോഴാണ് ഇതിനെല്ലാം മാറ്റം വരുന്നത്.